ഡിയർ ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നേക്കുന്നൊരു പുതിയ വിഷയമായിട്ടാണ്. അതായത് നിങ്ങളുടെ വണ്ടിയുടെ പുക പരിശോധന സമയത്ത് ഇപ്പോൾ പുതിയ റൂള് പ്രകാരം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഈ OTP അവിടെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പുക പരിശോധനയ്ക്ക് സൗകര്യം ഉണ്ടാവുള്ളൂ, സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങുമ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് OTP കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ വാഹനം വാങ്ങുമ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ചെക്ക് ചെയ്യുക. അതാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം പഴയ പോലെ തന്നെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഈ പുക പരിശോധന സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. നിങ്ങളുടെ മൊബൈലിൽ ഒരു OTP വരും. ആ OTP അവർ കൊടുത്താൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ്, പുക പരിശോധന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങുമ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ തെറ്റാണ്, അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പരിവാഹൻ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്യണതിന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലൊരു OTP വരും. ആ OTP വെച്ചിട്ട് പരിവാഹനിൽ പോയിട്ട് നിങ്ങൾ ഈ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അവരയക്കുന്ന OTP നിങ്ങൾക്ക് കിട്ടും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പുക പരിശോധന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട്. അതായത് BS4, BS6 ശ്രേണിയിലുള്ള വണ്ടികൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 കൊല്ലമാണ്, 6 മാസമല്ല. അതിന് മുമ്പത്തെ ആണെങ്കിൽ 6 മാസമാണ്. ഇതും കൂടെ നിങ്ങൾ അടുത്ത തവണ പുക പരിശോധനയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.